ക്യാഷ് അവാർഡ് രാജഗോപാൽ വാഗ്ദാനം സമർപ്പിക്കും. പ്രിയപ്പെട്ടവർ, ജോസേട്ടൻ്റെ കുടുംബത്തിൻ്റെ കൂടി താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു പരിപാടി ആലോചിച്ചിട്ടുണ്ട് എന്നും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഇതിൻ്റെ സംഘാടകർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെറിയ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സംഘടനയുടെ തന്നെ ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അവർ സമ്മേളന കമ്മിറ്റി തീരുമാനമനുസരിച്ച് എന്നെ ഇതുപോലെ ഒരു ആദരിക്കൽ ചടങ്ങിന് ക്ഷണിച്ചിരുന്നു. എൻ്റെ ഏറ്റവും ആത്മസുഹൃത്തുക്കളായിട്ടുള്ള സേതുവിനെ പോലുള്ള ആളുകളാണ് ക്ഷണിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിങ്ങനെ വ്യക്തിപരമായി ആദരിക്കുന്ന ഒരു വേദിയിൽ വന്നിരുന്നിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുക അത്ര താല്പര്യമുള്ള ഒരു സുഖമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആദരിക്കൽ പരിപാടി ഒഴിവാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഏതെങ്കിലും വിഷയം സംസാരിക്കാൻ തരികയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ ആ പറഞ്ഞതിൽ ഉറച്ചു നിന്ന് അങ്ങനെയാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സമ്മേളനത്തിൽ ആ ആദരിക്കൽ പരിപാടി ഒഴിവാക്കിയത്. കോഴിക്കോട് നടന്ന ലിറ്റ്മസ് എന്ന് പറയുന്ന വലിയ പരിപാടിയിൽ, നമ്മുടെ എസൻസിൻ്റെ പരിപാടിയിൽ, അതുപോലെ അതിൻ്റെ സംഘാടകർ ഒരു 4-5 പേര് പ്രധാനപ്പെട്ട ആളുകൾ വീട്ടിൽ വന്ന് ഇത്തവണത്തെ ലിറ്റ്മസിൽ ഏറ്റവും വലിയ അവാർഡ്, സമഗ്ര സംഭാവനയ്ക്കുള്ള യുക്തിവാദി അവാർഡ് ജബ്ബാർ മാഷിന് തരാനാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്, മാഷ് വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അപ്പോൾ ക്ഷണിക്കാൻ വന്നവർക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ്, അങ്ങനെ ഒരു പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല, അത് നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണല്ലോ. അവരോട് പറഞ്ഞത് ഒരു 10-15 മിനിറ്റ് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഞാൻ വരാം. എനിക്ക് എന്നെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു വേദിയിൽ വന്ന് ആദരവ്, വ്യക്തിപരമായ ആദരവ് നേടി ഇരിക്കുന്നവരോട് വലിയൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാനതും ഒഴിവാക്കിയതാണ്. അങ്ങനെ വേറെയും ചില ആളുകളൊക്കെ ക്ഷണിച്ചപ്പോൾ ഒഴിവാക്കിയതാണ്. ഇവിടെ ശക്തി എന്നെ ഈ അവാർഡിൻ്റെ കാര്യം പറഞ്ഞ് ക്ഷണിച്ചപ്പോഴും ഞാൻ അത് പറയാൻ വേണ്ടി വരികയായിരുന്നു. അപ്പോഴാണ് ശക്തി ഒരു കാര്യം പറഞ്ഞത്, ഇത് ജോസേട്ടൻ്റെ കുടുംബത്തിൻ്റെ കൂടി താല്പര്യമാണ് എന്ന് പറഞ്ഞതോടുകൂടി ഞാൻ പറയാൻ വന്ന വാക്കുകൾ അവിടെ മാറ്റി വെച്ചിട്ട് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അവാർഡ് വാങ്ങാൻ വരുന്നത്. കാരണം ജോസേട്ടനും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം അത് ജ്യോതി മാഡത്തിനൊക്കെ അറിയാം. എൻ്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും എൻ്റെ ജീവനെക്കുറിച്ചുണ്ടായിരുന്നതിനേക്കാൾ വലിയ ആശങ്ക എൻ്റെ ജീവനെക്കുറിച്ച് വെച്ച് പുലർത്തിയിരുന്ന ഒരു മനുഷ്യനാണ് ഈ ജോസേട്ടൻ. ആ കാലത്തൊക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലത്തൊക്കെ ജോസേട്ടൻ എന്നെ കണ്ടാൽ ആദ്യം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുമായിരുന്നു. ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു ബന്ധം, നമ്മളൊക്കെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും നമ്മുടെയൊക്കെ ജീവന് നേരെയുള്ള ത്രട്ടിൽ വല്ലാതെ ആശങ്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, ആ ആത്മബന്ധമുള്ള ഒരു മനുഷ്യൻ്റെ കുടുംബം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത് മര്യാദയല്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കാൻ വന്നത്. ജോസേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്, യുക്തിവാദി സംഘത്തെ ഞാൻ എന്നാണോ പരിചയപ്പെടുന്നത് അന്നാണ്. ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു 45-50 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ യുക്തിവാദി സംഘത്തെ ആദ്യം എത്തി നോക്കുന്നത്, വർഷം എനിക്ക് കൃത്യം ഓർമ്മയില്ല, 76-ലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. A.T. കോവൂരിൻ്റെ കേരള പര്യടനം നടക്കുന്ന ഒരു സമയത്താണ്. മഞ്ചേരിയിൽ വെച്ചിട്ട് അതിനൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അന്ന് ഞാനൊരു ചെറിയ വിദ്യാർത്ഥിയാണ്. ജനയുഗം വാരികയിൽ A.T. കോവൂരിൻ്റെ ഡയറി കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചു വരുന്ന സമയത്ത് ലൈബ്രറിയിൽ പോയിട്ട് ഈ വാരിക വായിച്ചിരുന്ന ഒരു കാലത്താണ് ഞാൻ ആദ്യമായിട്ട് യുക്തിവാദം എന്ന വാക്കും യുക്തിവാദി സംഘം എന്ന സംഘടനയെക്കുറിച്ചും A.T. കോവൂരിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ കോവൂര് മഞ്ചേരിയിൽ സ്വീകരണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും മഞ്ചേരിയിലെ കോവൂരിൻ്റെ സ്വീകരണം ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ അത് കാണാൻ പോയി. അതാണ് യുക്തിവാദി സംഘത്തിലേക്കുള്ള ആദ്യത്തെ എൻ്റെ എത്തിനോട്ടം. 76 എൻ്റെ ഒരു ഓർമ്മ. അന്ന് ജോസേട്ടനുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അന്ന് ജോസേട്ടനൊന്നും പരിചയമില്ല. പിന്നീട് മഞ്ചേരിയിൽ തന്നെ ഒരു ഉത്തരമേഖല പഠന ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റിയുടെ വക നടക്കുന്നത്, അത് 79-ലോ 78-ലോ ആണ്.
അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യുക്തിവാദികളെയൊക്കെ പരിചയപ്പെടുന്നത്. അന്ന് ജോസേട്ടനും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ജോസേട്ടനെയും കലാനാഥൻ മാഷയും അബ്ദുൽ അലി എന്ന് പറയുന്ന കേരളത്തിലെ ഏക എക്സ് മുസ്ലിം യുക്തിവാദിയെയും ഒപ്പം തന്നെ ഡോക്ടർ ഇ വി ഉസ്മാൻ കോയ എന്ന് പറയുന്ന രണ്ടാമത്തെ യുക്തിവാദിയെയും മഞ്ചേരിയിൽ അന്ന് ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അവിടെ തൊട്ടാണ് ഞാൻ യുക്തിവാദി സംഘത്തിലേക്ക് കുറച്ചും കൂടെ അടുത്ത് ഇടപഴകാനും സംഘടനയുടെ മേൽവിലാസമൊക്കെ സംഘടിപ്പിച്ച് അതുമായി ബന്ധപ്പെടാനും ഒക്കെ തുടങ്ങുന്നത്. അന്ന് മുതൽ ജോസേട്ടനെ എനിക്ക് പരിചയമുണ്ട്. ജോസേട്ടന് കേരളത്തിലെ ഞാൻ പരിചയപ്പെട്ട മറ്റു പല യുക്തിവാദികളെയും അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ടായിരുന്നു. അത് എന്നെ വ്യക്തിപരമായിട്ട് വളരെയധികം സ്വാധീനിക്കുകയും ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ സ്വാംശീകരിക്കുകയും അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലിവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും പറഞ്ഞ പല അഭിപ്രായങ്ങളോടും തർക്കിച്ചിരുന്ന ആളാണ് ജോസേട്ടൻ. ജോസേട്ടൻ്റെ യുക്തിവാദവും ജീവിതവും രണ്ടായിരുന്നില്ല, അത് രണ്ടും ഒന്നായിരുന്നു. എന്താണ് യുക്തിവാദം, അത് ജീവിതമാണ് എന്ന് കാണിച്ചു തന്ന ആളാണ് ജോസേട്ടൻ. അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ വളരെ ചുരുക്കമായിരുന്നു. ജോസേട്ടൻ്റെ പല കാര്യങ്ങളും പിന്നീട് ജീവിതത്തിൽ മാതൃകയാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. നല്ലൊരു ശതമാനത്തിൽ വിജയിച്ചിട്ടുള്ള ആളാണ്. ജീവിതം തന്നെയാണ് യുക്തിവാദം, യുക്തിവാദം തന്നെയാണ് ജീവിതം. യുക്തിവാദികളുടെ പ്രസംഗത്തെക്കാൾ കൂടുതൽ സമൂഹം നിരീക്ഷിക്കുന്നത് യുക്തിവാദം പറയുന്നവരുടെ ജീവിതമാണ്. അത് നമ്മുടെ പല യുക്തിവാദികളും മനസ്സിലാക്കാത്ത ഒരു കാര്യം. കാരണം യുക്തിവാദികളെക്കുറിച്ച് എതിർപക്ഷത്തുള്ളവർ, മഹാഭൂരിപക്ഷം വരുന്ന മതവാദികൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു പൊതുബോധം എന്ന് പറയുന്നത് അവർ യാതൊരു ധാർമ്മികതയും ഇല്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരാണ്. ചോദിക്കാനും പറയാനും ഒരു പഠിച്ചവൻ പോലും ഇല്ലാത്തതുകൊണ്ട് എന്തും ചെയ്യാമല്ലോ, അങ്ങനെ ജീവിക്കുന്നവരാണ് യുക്തിവാദികൾ എന്നാണ് മതം നമ്മളെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊതുബോധം. ആ പൊതുബോധത്തിൽ നിൽക്കുന്ന ഒരു മതസമൂഹത്തിൻ്റെ മുമ്പിൽ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് യുക്തിവാദികൾ ജീവിക്കുന്നതെങ്കിൽ അവരുടെ യുക്തിവാദം സമൂഹത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള സന്ദേശമാണ് നൽകുക. ജോസേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. ജോസേട്ടനെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. തൃശ്ശൂർ പൂരം നടക്കുന്ന കോർണറിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ റിഡക്ഷൻ വാടകയിൽ സ്റ്റോൾ നടത്താൻ ജോസേട്ടന് സ്ഥിരമായി അനുവാദം കൊടുത്തിരുന്നു ക്ഷേത്ര കമ്മിറ്റിക്കാർ. അതാണ് യുക്തിവാദം ജീവിതത്തിൽ പകർത്തിയാൽ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദരവ് എന്ന് പറയുന്നത്. ഞാൻ 44 വർഷം മുമ്പ് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ, മകൻ ഉണ്ടായപ്പോൾ, ഞാനും ഫൗസിയ ടീച്ചറും കൂടെ കുട്ടിക്ക് പേരെടുത്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആ സമയത്ത് ഞങ്ങളെ രണ്ടാളുടെയും മനസ്സിലേക്ക് ഓർമ്മ വന്നത് ജോസേട്ടനാണ്. മക്കൾക്ക് പേരിടുമ്പോൾ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു ഐഡൻറ്റിറ്റിയും ആ പേരിൽ ഉണ്ടാവരുത്. ചെറിയ പേരായിരിക്കണം. ആണോ പെണ്ണോ എന്ന് പോലും പേരുകൊണ്ട് തിരിച്ചറിയേണ്ടതില്ല. ഇതൊക്കെ ജോസേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു. ജോസേട്ടൻ്റെ 2 മക്കൾക്ക് പേരിട്ടത് ജോസിലെ ജോയും ദേവകിയിലെ ദേയും ചേർത്തിട്ടാണ് ഈ ഇരിക്കുന്ന ജ്യോതി ഉണ്ടായത്. അത് തിരിച്ചിട്ടിട്ടാണ് ദേജോ ഉണ്ടായത്. ആ മാതൃക ജോസേട്ടനിൽ നിന്ന് പകർത്തിക്കൊണ്ട് ഞാൻ ആദ്യത്തെ കുട്ടിക്ക് ജായും ഫായും ചേർത്ത് പേരിട്ടു. രണ്ടാമത്തെ കുട്ടിക്ക് അത് തിരിച്ചിട്ടിട്ട് പേരിട്ടു. ജോസേട്ടനെ ഞാൻ എത്രമാത്രം ചെറിയ കാര്യങ്ങളിൽ പോലും അനുകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി കുറച്ചുകൂടെ വലിയ കാര്യങ്ങളിലേക്ക് വന്നാൽ, ജോസേട്ടൻ യുക്തിവാദി സംഘവുമായിട്ടൊക്കെ കലഹിച്ച ഒരു വിഷയമുണ്ട്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിൽ വലിയൊരു ആശയപരമായ വഴിത്തിരിവ്, ആശയക്കുഴപ്പത്തിലെത്തി. അതിന് കാരണക്കാരൻ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്.
EMSഉം പവനനും ഒക്കെ ആയിട്ട് യുക്തിവാദത്തെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി EMS യുക്തിവാദി സംഘത്തിൻ്റെ ആളുകളെ മുഴുവൻ കേവല യുക്തിവാദികൾ എന്ന് അധിക്ഷേപിക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ EMS കേവല യുക്തിവാദികൾ എന്ന് അധിക്ഷേപിക്കുന്നത് കൊണ്ട് യുക്തിവാദികൾ അങ്ങനെയല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി യുക്തിവാദി സംഘവും പ്രവർത്തകരും അതിൻ്റെ അജണ്ടയിലൊക്കെ കാര്യമായ കുറേ മാറ്റങ്ങൾ വരുത്തി. ജോസേട്ടൻ അതിനോട് കലഹിച്ചു. ആ കലഹം നിരീക്ഷിച്ച ഒരാളാണ് ഞാനന്ന്. ജോസേട്ടൻ പറഞ്ഞു, നമ്മൾ കേവല യുക്തിവാദികളായി തന്നെ ഇരുന്നാൽ മതി. അതിന് കാരണം യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെ പരിമിതികളുള്ള വളരെ ചെറിയ ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ റിസോഴ്സ് വളരെ പരിമിതമാണ്. മറ്റു വിഷയങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയക്കാരും മറ്റു സാംസ്കാരിക സംഘടനകളും കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റു പ്രസ്ഥാനങ്ങളുമൊക്കെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പലതരം സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ അതിനുള്ള ആവശ്യമായ റിസോഴ്സ് ഉണ്ട്, ആളുകളുണ്ട്, പ്രവർത്തകരുണ്ട്. പക്ഷേ യുക്തിവാദി സംഘത്തിൽ അങ്കുലി പരിമിതരായിട്ടുള്ള ആളുകളും വളരെ പരിമിതമായ കുറച്ച് വേദികൾ, ആകെ കൂടെ മാസത്തിൽ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്ന 2-3 ചെറിയ മാസികകൾ, അതിൽ അച്ചു നിരത്തി അച്ചടിച്ച് ബ്ലോക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ജോസേട്ടനെ പോലെയുള്ളവർ ചെയ്തിരുന്ന കുറച്ച് അച്ചടി പ്രവർത്തനങ്ങൾ, പിന്നെ വല്ലപ്പോഴുമൊക്കെ ചെറിയ ചെറിയ പൊതുയോഗങ്ങൾ, ഒരു കൊല്ലത്തിലൊരിക്കൽ ഒരു സംസ്ഥാന സമ്മേളനം, ഇങ്ങനെയുള്ള പരിപാടികളും വേദികളും വളരെ പരിമിതമായ റിസോഴ്സ് മാത്രമേ ഈ സംഘടനയ്ക്കുള്ളൂ. ആ സംഘടന മറ്റു അജണ്ടകളിലേക്കെല്ലാം വ്യാപരിക്കാൻ പോയി കഴിഞ്ഞാൽ ആ സംഘടനയുടെ പ്രധാന അജണ്ടയായ യുക്തിവാദ പ്രചാരണത്തിൽ നിന്നും സംഘടന മാറിപ്പോകുമെന്നും അതിനുള്ള റിസോഴ്സ് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ പ്രധാനമായും ഈ 5-8 കാര്യങ്ങളിൽ, ജോസേട്ടന് ഒരു 5-8 കാര്യങ്ങളുണ്ട്: ദൈവം, പിശാച്, പരലോകം, നരകം, സ്വർഗം, പുനർജന്മം, ആത്മാവ്, ജാതി, മതം. ഇതാണ് ഈ സമൂഹത്തെ ആപാദചൂടം ആവാഹിച്ചിട്ടുള്ള അന്ധകാരം. അതിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക എന്നതാണ് പ്രാഥമികമായ നമ്മുടെ കടമ. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുൻകൈ എടുക്കേണ്ടത്. എന്നാൽ മറ്റു കാര്യങ്ങളിൽ യുക്തിവാദികൾ ഇടപെടരുത് എന്ന് ജോസേട്ടൻ പറഞ്ഞിട്ടില്ല. യുക്തിവാദിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാം, പാർട്ടിയുടെ പ്രവർത്തനത്തിന് പോകാം, സമരത്തിന് പോകാം, പ്രക്ഷോഭത്തിന് പോകാം, ജാഥയ്ക്ക് പോകാം, ഒക്കെ പോകാം, മറ്റു സംഘടനകളിൽ പ്രവർത്തിക്കാം, സാഹിത്യ പ്രവർത്തനം നടത്താം, മറ്റു മേഖലകളിലൊക്കെ പോവാം, പ്രസംഗിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ യുക്തിവാദി സംഘം എന്ന ഈ ഒരു കൂട്ടായ്മ അതിൻ്റെ ഈ പരിമിതികൾ ഉള്ളത് കൊണ്ട് അതിലേക്ക് ഈ കേവല യുക്തിവാദി എന്ന ആക്ഷേപത്തെ മറികടക്കാൻ വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ അജണ്ട മാറ്റിവെച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് മൗഢ്യമാണ് എന്ന നിലപാടായിരുന്നു ജോസേട്ടനുണ്ടായത്. ഞാൻ പുറത്തേക്ക് വല്ലാതെ പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാനും ആ നിലപാടിനെ അന്നും ഇന്നും അംഗീകരിക്കുന്ന ആളാണ്. ഇത് പറയുമ്പോൾ നമ്മൾ കേവല യുക്തിവാദികളല്ല. ഇപ്പോൾ ഞാനും എൻ്റെ വൈഫ് ടീച്ചറും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ് നമ്മൾ. രാഷ്ട്രീയമുണ്ട്, മറ്റു പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, സാംസ്കാരിക രംഗത്ത് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ യുക്തിവാദി സംഘത്തിൻ്റെ വേദിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാറുള്ളത്. അതുപോലെ തന്നെ ജോസേട്ടൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. ഞാനതെല്ലാം വളരെ കൃത്യമായി സൂക്ഷ്മമായി പലപ്പോഴും നിരീക്ഷിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ സത്യസന്ധമായും ആത്മാർത്ഥമായും യുക്തിവാദത്തെ സ്വന്തം ആത്മാവാക്കി മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ ഇഴുകിച്ചേർന്ന മറ്റു വ്യക്തികളെ അധികം കാണാൻ കഴിയില്ല. അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഈ ആശയം പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യക്തികളെ ആദരിക്കുക എന്നതിലുപരി
സംഘടനയെ വളർത്തുക എന്നതിലുപരി ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നും സംഘടനയും വ്യക്തികളും ഈ ആശയം സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാനുള്ള മീഡിയം മാത്രമാണ് എന്നുമുള്ള നിലപാടായിരുന്നു ജോസേട്ടൻ ഉണ്ടായിരുന്നത്. ആ നിലപാട് തന്നെയാണ് എനിക്കും അന്നും ഇന്നും ഉള്ളത്. നമ്മുടെ കൂട്ടത്തിൽ പലരും സംഘടനയ്ക്ക് പ്രാധാന്യം നൽകുന്നവരും സംഘടന വളർത്താനാണ് നമ്മൾ ആശയം ഉണ്ടാക്കേണ്ടത് എന്ന നിലപാടെടുത്തവരുമാണ്. പക്ഷേ ജോസേട്ടനും ഞാനും ഒക്കെ ആശയം വളർത്താനും ആശയം സമൂഹത്തിൽ എത്തിക്കാനുമാണ് സംഘടനയെ ഉപയോഗിക്കേണ്ടത് എന്നും വ്യക്തികളെയും അതിനാണ് ഉപയോഗിക്കേണ്ടത് എന്നും വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, വ്യക്തികളെ അമിതമായി പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ല, ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത് എന്ന് ജോസേട്ടൻ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകണം. നിങ്ങൾ ജോസേട്ടനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ നമ്മളൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളെയും നമ്മൾ ഈ സമൂഹത്തിലേക്ക് പ്രസരിപ്പിച്ച ആശയങ്ങളോടും യോജിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ലിയാഖത്ത് അലിയൊക്കെ അവിടെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് പോലുള്ള അതിൻ്റെ തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് ഈ ആശയങ്ങളെ ഇനിയും കൂടുതൽ ഈ സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ പരസ്പരം കുറേ വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വ്യക്തികളെ വലിയ ഫോട്ടോയും വലിയ ഹോർഡിങ്ങും വെച്ചിട്ട് ആരാധിക്കുന്ന രീതിയിലേക്ക്, അതൊക്കെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു പ്രാകൃത അവസ്ഥയിലുള്ള പെരുമാറ്റങ്ങളാണ്. ജനാധിപത്യം എന്ന് പറയുന്ന കൾച്ചറിൽ എല്ലാ മനുഷ്യരും, എന്തൊക്കെ കഴിവുകളുള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ബോധത്തോടു കൂടി പെരുമാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജനാധിപത്യ മനുഷ്യനായി മാറുന്നത്. അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷെ അത് വ്യക്തികളോടുള്ള ആദരവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പരസ്പര സഹകരണത്തിലാണ് കാണേണ്ടത്. അവിടെ ആരാധനയ്ക്ക്, വ്യക്തി ആരാധനയ്ക്ക് ജ്ഞാനോദയത്തിനും വലിയ പ്രാധാന്യമില്ല, ജ്ഞാനോദയത്തിനാണ് പ്രാധാന്യം. അതാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് എനിക്കിതേക്കുറിച്ചുള്ള അഭിപ്രായം. ഏതായാലും ജോസേട്ടൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടി മുൻകൈയെടുത്തുകൊണ്ട് തൃശ്ശൂരിലെ യുക്തിവാദി സംഘം പ്രവർത്തകർ നൽകിയ ഈ ഒരു അവാർഡിനെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ, നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നു. എല്ലാവർക്കും, പ്രത്യേകിച്ച് ജ്യോതി മാഡത്തിനും ഇവിടെ ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും, അമീദ് മാഷ്, ധർമ്മരാജ് സാറ്, എൻ്റെ പഴയ സുഹൃത്ത് ബേബി, എന്നെ പരിചയപ്പെടുത്തിയ ബേബി ഒരു പക്ഷേ തൃശ്ശൂർക്കാരായ നിങ്ങളറിയുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. കാരണം ഞാനൊക്കെ യുക്തിവാദി സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് വരുന്ന സമയത്ത് ആ സംഘടനയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ ഇരിക്കുന്ന കെ എം ബേബി സെക്രട്ടറി ആയിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അന്ന് മുതലേ ഞങ്ങൾ പരിചയമുണ്ട്. അതുപോലെ സുഖമില്ലാത്തതുകൊണ്ട് വരാൻ കഴിയില്ല എന്നറിയിച്ച കേരളത്തിൻ്റെ സാംസ്കാരിക വിപ്ലവ സിംഹങ്ങളിൽ ഒരാളായിരുന്ന VT-യുടെ മകൻ, അതേപോലെ തന്നെ സാംസ്കാരിക വിപ്ലവങ്ങളുടെ വലിയൊരു മഹാനായിരുന്ന ആളുടെ മകൾ ജ്യോതി, മറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച അവാർഡിൻ്റെ ഭാഗമായി ലഭിച്ച ഈ ക്യാഷ് അവാർഡ് യുക്തിവാദി സംഘത്തിൻ്റെയും ഈ അവാർഡ് കമ്മിറ്റിയുടെയും തുടർന്നുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ സംഭാവനയായി നൽകുകയാണ്. ശക്തി ദയവായിട്ട് അത് സ്വീകരിക്കും. ഏതായാലും ഈ സ്നേഹാദരങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഔപചാരിക നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി കേരള യുക്തിവാദി സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സതീഷിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ യോഗത്തിൽ പങ്കെടുത്തവരെയും അതിന് പുറകിൽ പ്രവർത്തിച്ചവരെയും ഒരിക്കൽ കൂടി ഓർക്കാൻ നമുക്ക് കുറച്ച് സമയം ചിലവാക്കാം. ജോസേട്ടൻ എന്ന യുക്തിവിചാരം AV ജോസിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ അവാർഡിന് അർഹനായ വ്യക്തിയെ തിരഞ്ഞെടുത്തത് TK ശക്തിധരൻ, EJ ഡേവിസ്, ചന്ദ്രബാബു എന്നിവർ ചേർന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ അവരുടെ ജോലി വളരെ ആത്മാർത്ഥമായി ചെയ്തു തന്നെ
ചെയ്തു എന്ന് തന്നെ എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ജോസേട്ടൻ എന്ന മഹായുക്തിവാദിയെ സദസ്സിന് പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് അമലിന് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏതു ഗ്രന്ഥവും, പ്രത്യേകിച്ച് മതഗ്രന്ഥങ്ങൾ, സ്വന്തമായി വായിക്കണം, പഠിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. മറ്റു ശക്തികൾ നമ്മുടെ തലയിൽ കയറിയിരുന്ന് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കണം. കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കണം. മതങ്ങൾ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ലിംഗനീതിക്കും മൊത്തത്തിൽ ആധുനിക സമൂഹത്തിനും എതിരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് ജബ്ബാർ മാഷ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജബ്ബാർ മാഷ് ആദ്യമായി മതഗ്രന്ഥം പഠിച്ചു. അതിൽ നിന്നാണ് മാഷ്ക്ക് ഇത്രയും പഠിച്ചതിൽ നിന്നാണ് എല്ലാ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി. നമ്മളെ പലരും നമ്മുടെ മതഗ്രന്ഥങ്ങൾ ഒരിക്കൽ പോലും വായിക്കാറില്ല. അതുപോലെ യുക്തിവാദികളെ നമ്മൾ വളരെ ജീവിതത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം എന്ന് നമ്മളെ ഓർമ്മിക്കുകയും കൂടി ജബ്ബാർ മാഷ് നമ്മൾ ചെയ്യുന്നുണ്ട്. മാഷിൻ്റെ ധാരാളം വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. വീഡിയോയിൽ കാണുന്നേക്കാൾ വളരെ ചെറുപ്പമാണെന്നാണ് ഞാൻ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ജീവിതകാലം മുഴുവൻ ഭീഷണികളെ വകവയ്ക്കാതെ പ്രവർത്തനം തുടർന്ന അദ്ദേഹത്തിനും കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അവാർഡ് നൽകി സംസാരിച്ചത് പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ എന്ന വലിയ മനുഷ്യനാണ്. അദ്ദേഹം എന്നും വർഗീയതയ്ക്കും മതഭീകരതയ്ക്കെതിരായി ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇത് സംബന്ധമായ 10ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ക്യാഷ് അവാർഡ് നൽകിയ ശ്രീ അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനം KYSന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ 50ാമത്തെ പുസ്തകം അടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ധാരാളം വീഡിയോകൾ കാണാം. അദ്ദേഹത്തിനും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മുഖ്യ അതിഥി തൃശ്ശൂർ ജില്ലക്കാരനായ ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. കേരള ലൈബ്രറി കൗൺസിൽ പ്രസിഡൻ്റ് ആയി തൊട്ടിരുന്നു. ലൈബ്രറി കൗൺസിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ഒരു ലൈബ്രറി നിറയ്ക്കാവുന്ന, ഒരു ഷെൽഫ് നിറയ്ക്കാവുന്ന അധികം 50ലേയും പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനും KYSനൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന് എൻ്റെ സന്മനസ്സിന് നന്ദി അറിയിക്കുന്നു. പുസ്തക ജേതാവിനെ പരിചയപ്പെടുത്തിയ ശ്രീ KM ബേബി സാർ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർക്കാരനാണ്. നേരത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും നമ്മെ ബോറടിപ്പിക്കാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിനും സംഘടനയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ച ശ്രീ ലിയാഖത്ത് അലി ചുറുചുറുക്കോടെ സംസാരിക്കുന്നത് പലപ്പോഴും ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് നേരിട്ട് കാണാൻ അവസരം കിട്ടിയത്. അദ്ദേഹത്തിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ച ശ്രീ ചന്ദ്രബാബു സാർ, ഉഷ മാഡം, KYS തൃശ്ശൂർ ജില്ലയുടെ സ്വന്തം കുടുംബാംഗങ്ങളാണ്, അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ചടങ്ങ് സ്വാഗതം ആശംസിച്ച സജ്ജൻ, ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ ശക്തരൻ സാർ, എല്ലാവർക്കും സംഘടനയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് അതുപോലെ ഈ അവാർഡിന് വേണ്ടി KYS കുടുംബത്തോടും ചേർന്ന് പ്രവർത്തിച്ച ജ്യോതി മാഡത്തിനും കുടുംബാംഗങ്ങൾക്കും സംഘടനയുടെ പേരിലും വ്യക്തിപരമായും നന്ദി അറിയിച്ചു. യോഗ നടപടികൾ അവസാനിച്ചു.